നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പൊ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ്. എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ കാണുന്ന സേതു പല്ലവിയുടെ അടുത്ത് വന്നിട്ട് തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല്ലവി. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ആംഗ്ലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവനെ പോലെ ഒരു ഫ്രോഡിനെ പെങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്റെ പെങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല എന്ന് പറയാണ്. പല്ലു പറഞ്ഞ് സേതുവേട്ടൻ വിഷമിക്കാതെ നമുക്ക് എന്തേലും മാർഗം കണ്ടെത്തുന്ന പറയണം. എന്ത് മാർഗം കണ്ടെത്താനായിട്ടാ? അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. അവൻ ഈ ജന്മത്തിൽ നന്നാവാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഋതുവിന് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ? അവളുടെ തലയിലേക്കൊന്നും കേറുന്നില്ലോ എന്ന് പറയണം. സാരമില്ല, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ ഋതുവിന്റെ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ എന്ന് പറയാണ്. കാരണം പല്ലവിക്കറിയാം ഈ പ്രശ്നം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഭവിക്കും എന്നുള്ള ഋതുവിന്റെ ജീവിതം വെച്ചുള്ള കളിയാണിത്. ഒരു പക്ഷെ അവള് ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് അച്ചു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്. അപ്പോഴേക്കും കുറുപ്പന്മാർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ചു നീ ഇത് ഈ വാർത്ത കണ്ടോന്ന് ചോദിക്കും. എന്ത് വാർത്തയാ? വായിച്ചു നോക്കാൻ പറയണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹരി. അപ്പൊ അതിനെക്കുറിച്ചാണ് മാജിക് ഷർട്ട് എന്ന് പറഞ്ഞ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാനും അതുപോലെ ചൂട് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷർട്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നോക്കാൻ പറയണം. അങ്ങനെ അത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി അച്ചുവിന്. പിന്നീട് അച്ചു പറഞ്ഞു, ഞാനേ ഹരിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാ. ആ സമയത്ത് ഹരി എന്ത് ചെയ്യാണ്? ഫുട്പാത്തിൽ നൈറ്റ് വിൽക്കാൻ തിരക്കിലായിരുന്നു. പിന്നെ ഹരിയെ വിളിച്ചു കഴിയുമ്പോൾ ഹരി കോൾ എടുത്തു. എന്താ അച്ചു പറഞ്ഞോളാൻ പറയണം. ഇപ്പൊ വലിയ മുതലാളിയാൻ പോവല്ലേന്ന് ചോദിക്കും. മുതലാളിയാ? ആര്? ഞാനാ? അല്ലാതെ പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന് മുന്നേ തന്നെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പണിയുമല്ലോ എന്ന് പറയാം. അല്ല കാര്യം എന്താ വെച്ചാൽ പറ. ഹരിയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു പറയണം. വലിയ ബിസിനസ്മാൻ ആവാൻ പോവല്ലേന്ന് ചോദിക്കണം. അതാണ് ആ കാര്യം. അത് പിന്നെ ഞാന് മനസ്സിലായി ഇതേ കുറുപ്പന്മാരെ ഇപ്പൊ എന്നെ വാർത്ത കൊണ്ടാ കാണിച്ചതെന്ന് പറയണം. അല്ല ഞങ്ങൾക്കൊരു പണിയായിട്ട് മാറുമോ ഹരിന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. അങ്ങനെയാണല്ലേ എനിക്ക് കുഴപ്പമില്ല. ശ്രീഹരിയല്ലേ എന്റെ ഭർത്താവല്ലേന്ന് ചോദിക്കും. അതെ ഇനിയിപ്പൊ ജോലിക്കാരെ ആവശ്യമുണ്ടെ പറഞ്ഞാൽ മതി, ഞാൻ വരാന്ന് പറയാം. അതെ തൽക്കാലത്തേക്ക് വേണ്ട, അതിനുള്ള അതൊന്നും ആയിട്ടില്ല എന്ന് പറയാം. ആകുമ്പോ ഞാൻ പറയാന്ന് പറയാണ്. നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് ഫോൺ വെച്ചിട്ട് അച്ഛൻ നേരെ കുറുപ്പിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറുപ്പമ്മാവ ശ്രീഹരി ഭയങ്കര സന്തോഷത്തിലാ. എന്താണെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഒരു ബിസിനസ് സാമ്രാജ്യം വരെ അവന് പടുത്തുയർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല കഴിവുള്ളവനാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറുപ്പന്മാരൊന്ന് ചിരിക്കുവാണ്. പിന്നീട് വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി ഋതുവിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. താനും ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം അത് എത്തരത്തിലുള്ള ബന്ധമാണെന്ന് വീട്ടിൽ അറിഞ്ഞിട്ട് പൊന്നുമടത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ സേതുവേണ്ണും പല്ലവിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഋതു അവിടെ കിടക്കുവാണ്. ആ സമയം മൈക്ക് എന്ത് ചെയ്യാണ്? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ്. അപ്പൊ മൈക്കിന്റെ കയ്യിൽ കുറെ പൂജിച്ച സാധനങ്ങളും കൂടെ ഉണ്ട്. ആ സമയത്ത് അവിടെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പാറു. അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നു. മൈക്കിനെ കണ്ടുകഴിഞ്ഞപ്പോ എന്താന്ന് ഇങ്ങനെ ആദ്യം കൊണ്ട് ചോദിക്കുകയാണ്. ഇതുവരെയായിട്ടും രാജലക്ഷ്മിക്ക് സൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയം മൈക്ക് പറഞ്ഞു, ക്ഷേത്രത്തിൽ വരെ പോയതാ, കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി. കണ്ടോ ഇങ്ങ് നോക്ക്, ഇത് പ്രത്യേകം പൂജിച്ച പാത്രം, പിന്നെ പ്രത്യേകം പൂജിച്ച ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. പ്രത്യേകം പൂജിച്ച സാധനം? അതെ, ഇതൊരു മരുന്നാന്ന് പറയണം. മരുന്നോ? കാരണം സംസാരിക്കാൻ പറ്റില്ല, ആംഗ്യം കൊണ്ടാണ് രാജലക്ഷ്മി ഇതൊക്കെ ചോദിക്കുന്നത്. അതെ, ഈ പാത്രത്തില് ഈ മരുന്ന് കലക്കി കുടിക്കുവാണെങ്കിൽ ശബ്ദം തിരികെ കിട്ടും, പിന്നെ ഒരു ബാധയും അടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെയാണോ? കൊള്ളാലോ എന്ന് രാജലക്ഷ്മി ഓർത്തു. ഒരു കാര്യം ചെയ്യാം, ഈ മരുന്ന് കലർക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ പറയണം. അപ്പൊ ഒരു ഡെപ്പയ്ക്കകത്ത് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2.5 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ഡബയ്ക്കകത്തേക്ക് ഈ മരുന്ന് കലക്കാനെന്ന് പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ രാജലക്ഷ്മി എന്ത് ചെയ്യണം? കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുക. മയക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം പാറു ഓർത്തോ ഒരു പണി കൊടുക്കണമല്ലോ, നല്ല ഒന്നാം തന്നെ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് പാറു ഇവിടെ പെപ്പറിങ് എടുക്കുകയാണ്. ഇത് വെച്ച് തന്നെ കൊടുക്കാന്ന് കരുതിയിട്ട് പെപ്പർ എടുത്തിട്ട് അവർ കൊണ്ടുവന്ന മരുന്നിനകത്തേക്ക് കലർത്തി, അറിയത്തില്ലാത്ത വിധം കലർത്തി വെക്കുവാണ്. ഇനി കുഴപ്പമില്ല, ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പാറുവോടൊന്നിരുന്നു. ഈ സമയത്ത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മയക്ക് പറഞ്ഞു, ഇനി നമുക്ക് മരുന്ന് കൂട്ടാന്ന് പറയണം. അതിൻ്റെ അകത്തേക്ക് തീർത്ഥമാണെന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കുവാണ്. ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോണം എന്ന് പറയണം. രാജലക്ഷ്മി കൊടുക്കുക. രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തോട് കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് തനിക്ക് ശബ്ദം തിരികെ കിട്ടുമല്ലോ. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അണ്ണാക്കൊക്കെ പൊള്ളുന്ന പോലെയോ നീറുന്ന പോലെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം മയക്കോർത്ത് എന്താ ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു. അതെ
എന്റെ മാഡത്തിനെ കൊണ്ട് പറ്റും ശരിക്കും ഒന്ന് സംസാരിച്ച് നോക്കാനൊക്കെ പറയണം. അവസാനം രാജലക്ഷ്മിക്ക് നിൽക്കാനും മേല ഇരിക്കാനും മേലാത്തൊരവസ്ഥയായിപ്പോയി. പുകച്ചിലാണോ നീറ്റിലാണോ മൊത്തം പെപ്പറും കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നല്ലോ. രാജലക്ഷ്മിക്കാണ് ഭ്രാന്ത് പിടിക്കുന്നത് തോന്നി. രാജലക്ഷ്മി എന്ത് ചെയ്യാണ്, ആ മരുന്ന് കലക്കാവുന്ന പാത്രം വെച്ച് മയക്കിന്റെ തലക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. മയക്ക് അപ്പം തന്നെ അവിടെ ബോധം കിട്ടുകയാണ്. പിന്നീട് രാജലക്ഷ്മി എഴുന്നേറ്റ് ഓടി. ഈ സമയം പാറു ഇരുന്ന് ചിരിക്കുകയാണ്. അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് കടൽ തീരത്തിന്റെ അവിടെ സേതു നിൽക്കുകയാണ്. അങ്ങനെ സേതു നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, ഇങ്ങോട്ട് വാ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയാം. സംസാരിക്കാനോ? നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? നിനക്കറിയാലോ എന്റെ പെങ്ങളുടെ ജീവിതം വെച്ചാൽ നീ കളിക്കുന്നത്. അതും കൂടെ മാറ്റി വെച്ചാരെ എന്റെ പെങ്ങളെ എനിക്ക് വേണമെന്ന് പറയാ. ഇല്ലെങ്കിലോ നീ എന്ത് ചെയ്യൂടാ? അതെ, എന്നെ തീർത്ത് കളഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. തന്തയില്ലാത്തൊരു കൊച്ചിനെ അവള് പ്രസവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സെയ്ത് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ലടാ, പക്ഷെ ഒരിക്കലും നിന്നെ കൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ അച്ചാന്ന് വിളിപ്പിക്കില്ല. ഇതെന്റെ ഒരു വാശിയാടാ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നീ പറയണ്ട സേതു. എന്താണെങ്കിൽ ഋതുവിന്റെ കഴുത്തി ഞാൻ താഴെ ചാർത്തും. നീ അത് വെറുതെ നോക്കി വെള്ളമിറക്കണ്ട. ഉറപ്പായിട്ടും നടക്കാൻ പോകുന്ന കാര്യം അതാണ്. ഋതു എന്റെ കൂടെ ഉണ്ടാ, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു, കാണിച്ചു തരാൻ പറ്റുമോ? എന്ത് കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇളയുന്നൊരു കത്തിയും കൊടുത്തു. പിന്നീട് ഇന്ദ്രനെ ഇങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് അവനെ കുത്തുവാണ്. ഈ സമയം ഇന്ദ്രൻ വേദന കൊണ്ട് പൊളഞ്ഞു. നിന്നെ അങ്ങനെ ഞാൻ ഭൂമിയിലേക്ക് മീതെ ജീവിക്കാൻ സമ്മതിക്കും നീ തോന്നുന്നുണ്ടോ? എന്റെ പെങ്ങളാടാ അവളെ, എനിക്ക് അവളെ വേണമെന്ന് പറയണം എന്ന് പറഞ്ഞ് വീണ്ടും കുത്തുവാണ്. അങ്ങനെ ഇന്ദ്രൻ പെടഞ്ഞങ്ങോട്ട് താഴെ വീഴുക. ഈ സമയം സേതു മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് പോവാണ്. അത് ഋതുവിന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഋതു സ്വപ്നത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. ചുറ്റുപാട് നോക്കുകയാണ്. അലറി വിളിച്ചോണ്ട് എഴുന്നേറ്റ്. പിന്നീട് നേരെ ഹാളിലേക്ക് ഓടിപ്പിടുത്ത് വരുവാണ്. അപ്പോഴേക്കും ഹാളിലേക്ക് പൂർണിമയും സ്വാതി അച്ചു അവരെല്ലാരും കൂടെ വരുവാണ്. എന്താ സംഭവം എന്ന് അവർക്കൊന്നും മനസ്സിലായില്ല. എന്താ ഋതു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അതെ, എന്നെ കൊല്ലും എന്നൊക്കെ പറയണം. കൊല്ലൂന്നോ? ആര് കൊല്ലുന്ന കാര്യമാ പറഞ്ഞേ? അതെ, എന്റെ അടുത്തേക്ക് നിങ്ങൾ ആരും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഋതു. പിച്ചും പേയും പറയുന്ന കണക്കാണ് പറയണേ. ഒന്നും മനസ്സിലായില്ല പൂർണിമയ്ക്ക് ഒന്നും, ആർക്കും എന്താ ഏതാന്നൊക്കെ. അപ്പോഴേക്കും സേതു ശ്രീഹരി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. എന്താ അമ്മ കാര്യം ചോദിക്കുക. എന്താന്ന് അറിയത്തില്ല. ഋതു എന്തോ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് വന്ന പോലെ സമനില തെറ്റിയ പോലെ ഋതു ഇരിക്കുന്നത്. സേതു നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സേതു ചോദിച്ചു, എന്താ ഋതു എന്നും പറഞ്ഞ അരിയിലേക്ക് ഇല്ലുവാണ്. വേണ്ട സേതു വേണ്ട, എന്റെ അരിയിലേക്ക് വേണ്ട. സേതു വേണ്ട, എനിക്ക് പേടിയാ. ദേ ഞങ്ങളെങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ, ഞങ്ങളെ കൊല്ലല്ല, ഇതെന്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞ് കൈ കൂപ്പാണ്. പെട്ടെന്ന് പൂർണ്ണിമ വെച്ചു, ഞങ്ങളോ? ഞങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. അതിന് ഋതു ഒന്നും ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം. സേതുവേട്ടൻ ഞങ്ങളെ കുന്നുകളയെന്ന് പറയണേ. ഋതുവിന്റെ മൈൻഡ് ഉണ്ടെന്നുള്ള കാര്യം സ്വാതിക്ക് അച്ഛനും മനസ്സിലായി. പിന്നീട് ഋതു അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും പൂർണ്ണിമയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയത്ത് സേതു പറഞ്ഞു, അവള് മുറി പോയി റെസ്റ്റ് എടുക്കട്ടെ, തൽക്കാലത്തേക്ക് ആരും അവിടെ ശല്യം ചെയ്യാണ്ട് പോകണ്ടെന്ന് പറയാം. എന്നാലും ഇതെന്താ സേതു ഇത്? അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അവളുടെ മനസ്സിൽ എന്തോ ബുദ്ധിമുട്ട് കയറി കൂട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയാണ്. പിന്നീട് പൂർണ്ണിമ അച്ഛനോട് പറഞ്ഞു, അച്ചു നീ പല്ലവി ഒന്ന് വിളിക്കുക, അവൾക്ക് മാത്രം എന്തെങ്കിലും ഇനി പരിഹാരം ഉണ്ടാക്കാണ്ട് സാധിക്കുള്ളൂ. ഇപ്പൊ തന്നെ ഋതുവിന്റെ പെരുമാറ്റം കണ്ടോ, എനിക്ക് ആ പാടെ പേടി തോന്നുന്നു പറയാണ്. പിന്നീട് പല്ലവി എന്ത് ചെയ്യുകയാണ്, ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണുന്നത്. ഈ സമയത്ത് ഗൈനക്കോളജിസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഋതുവിനെ അങ്ങോട്ട് മുറിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പല്ലവിയാണ് ഡോക്ടറെ അടുത്തിരിക്കുന്നത്. ഡോക്ടർ പിന്നീട് പറഞ്ഞു, അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ചെന്ന് കരുതിയാൽ ഞാനിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തന്നെ. പിന്നെ ഈ പറയുന്ന ഇന്ദ്രന് ഈ കുഞ്ഞിന് അധികം താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നില്ല. ആദ്യം തൊട്ട് ഒരു നിസ്സഹായാവസ്ഥയായിരുന്നു പറയണേ. പക്ഷെ ഋതു ഈ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പടം ഞെട്ടി വിളറി വെളുത്ത് ഞാൻ ഇവിടുന്ന് കണ്ടാന്ന് പറയണം. പക്ഷെ എനിക്കറിയില്ലായിരുന്നല്ലോ അതിങ്ങനെ ഒരു കാര്യമായിരുന്നുള്ള കാര്യം എന്നൊക്കെ ഡോക്ടർ പറയണം. അല്ല പല്ലവിക്ക് ഇതിനകത്ത് എന്താ റോളെന്ന് ചോദിക്കുക. പല്ലവി പറഞ്ഞു, എങ്ങനെയാ ഋതുവിന്റെ ജീവൻ രക്ഷിക്കണം, അത് മാത്രമാണെന്ന് പറയണ. ആ ഇന്ദ്രനെ പോലുള്ള ഫ്രോഡ് കല്യാണം കഴിച്ചാൽ അവളുടെ ജീവിതം തകർന്നു പോകും ഡോക്ടറെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയണം. സാരമില്ല, ഇതിനും പരിഹാരം ഉണ്ടാക്കാൻ. ഋതുവിന്റെ കാര്യം അറിയാലോ, അവൾ അല്ലേ തന്നെ ഡിപ്രഷനും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക എന്നതായിരുന്നു. ഇപ്പോഴും മെന്റലി ഒന്ന് ഇതായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വീണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്ക് ഋതു ചക്കപ്പ കഴിഞ്ഞിട്ടും കൂടെ വരുവാണ്. ഈ സമയം ഡോക്ടർ പറഞ്ഞു, അതെ കൂടുതൽ സൂക്ഷിക്കണം കേട്ടോ ഋതു എന്ന് പറയണം. അല്ല അത് പിന്നെ ഡോക്ടറെ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നല്ല രീതിയിൽ തന്നെ നോക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറയണം. ഋതുവിന് വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഡിപ്രഷൻ അടിച്ചൊരു മുറിയിൽ തന്നെ കയറി ഇരിക്കരുത്, അത് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നീട് പല്ലവിയോടും കാര്യങ്ങളൊക്കെ പറയണം. പല്ലവിക്കും വല്ലാത്ത ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കാരണം താൻ ഇനിയിപ്പം അവരുടെ മുന്നിലേക്ക് ചെല്ലേണ്ട വന്നിട്ടുണ്ടെങ്കിൽ
ഇന്ദ്രൻ്റെ രാജലക്ഷ്മിയുടെ മുന്നിൽ നിൽക്കണമെന്നിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഋതുവിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനി ഇതിന്റെ പേരിൽ അവരുടെ എല്ലാം പോയി കാല് പിടിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വിഷമിച്ച് പല്ലവി ഇരിക്കുക. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.